ഹലോ. കുക്കറിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന വളരെ എളുപ്പമുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് പരിപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ പരിപ്പിൻ്റെ ഞാനങ്ങനെ അളവ് നോക്കാറില്ല, കുറച്ചധികം തന്നെ പരിപ്പ് എടുക്കും. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ 1 കപ്പ് പരിപ്പൊക്കെ എടുക്കാം. അതിനുശേഷം ഈ പരിപ്പ് ഞാൻ കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ അകത്ത് വാഴയ്ക്ക ഒന്നും ചേർക്കുന്നില്ല. ബാക്കിയുള്ള മുരിങ്ങയ്ക്ക, കത്തിരിക്ക, അതുപോലെ മത്തങ്ങ, സവാള, ക്യാരറ്റ്, അങ്ങനെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ ഇതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും എല്ലാം കൂടി ഞാൻ ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തക്കാളിയും കൂടി അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെയാണ് ഞാൻ വെക്കുന്നത്. ഇതിപ്പോൾ ഓരോ കുക്കറിൽ ഇടുന്ന അളവിൻ്റെ അനുസരിച്ചും അതേപോലെ കുക്കറിനനുസരിച്ചുമൊക്കെ വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ എന്തായാലും ഇത് കുക്കർ നിറച്ചൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഒറ്റ വിസിലിന് അത് നന്നായിട്ട് കുക്കാവുമേ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ എരിവിനനുസരിച്ച്. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളുടെ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 2-3 ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ പൊടി ഉപയോഗിച്ച് സാമ്പാർ വെക്കുന്നവരുണ്ട്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.